Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah, salatu wassalamu ala ashrafir rasulillah wa ala alihi al-faizina biridallah amma ba'd. പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ, സഹോദരങ്ങളെ, ആമുഖം നീട്ടിക്കൊണ്ടു പോകാതെ എൻ്റെ പ്രിയപ്പെട്ട മുൻ പ്രഭാഷകന്മാർ തുടർന്ന് വെച്ചത് പുനരാരംഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ശരീഅത്ത് സമ്മേളനത്തിൽ വളരെയധികം ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ടാണ് എല്ലാ പ്രഭാഷകന്മാരും സംസാരിച്ചത്. എന്നാൽ ഈ ശരീഅത്തിന്റെ വിഷയങ്ങളിലേക്ക് ഇത്രമേൽ ലാഘവത്തോടുകൂടി ഫാസിസ്റ്റ് ശക്തികൾക്കും സെക്യുലറിസ്റ്റ് തീവ്രവാദികൾക്കും എങ്ങനെ കടന്നു വരാൻ സാധ്യമാകുന്നു എന്നതിന്റെ മറുപടിയും നാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. നാളെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പ്രത്യേക നേതൃയോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. കേരളത്തിലെ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ രൂപീകരിച്ച റൂൾസ്, അതിന്റെ ചട്ടങ്ങൾ, അത് മുസ്ലിം സമൂഹത്തെ വളരെയധികം ദോഷകരമായ രീതിയിൽ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നാളേക്ക് ആ യോഗം വിളിച്ചു ചേർത്തത്. എന്നാൽ ഇവിടെ ഈ യോഗം വിളിച്ചു ചേർക്കപ്പെടാനുണ്ടായ സാഹചര്യത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഈ ചട്ടം ഇവിടെ രൂപീകരിക്കാനുണ്ടായ പശ്ചാത്തലത്തെ സംബന്ധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാരിസ് ബീരാൻ സാഹിബ് സൂചിപ്പിച്ചു. അതിവിവാദമായ ഘട്ടങ്ങളിൽ അതിൽ നിന്നുകൊണ്ട് തടിയൂരാൻ ഒരു മന്ത്രിയെ കൊണ്ട് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു എന്നതിനപ്പുറം ഈ റൂൾസ് പിൻവലിച്ചിട്ടില്ല. ഇതിപ്പോഴും കേരളത്തിൽ നിയമമായി കൊണ്ട് നിലനിൽക്കുകയാണ്. നമുക്ക് 937 ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് അനുസരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്നതായ എല്ലാ മുസ്ലിങ്ങൾക്കും നൽകുന്നതായ ആനുകൂല്യം കേരള സ്റ്റേറ്റിന്റെ പരിധിയിൽ വരുന്നതായ ഒരു മുസ്ലിമിന് ഇനി ലഭ്യമാവണമെങ്കിൽ ഒരു പ്രത്യേകമായ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. എന്നിട്ട് ആ അപേക്ഷ സമർപ്പിച്ച് അത് അധികാരികൾ ഒപ്പുവെച്ച് അത് പാസാക്കിയെടുത്തതിന്റെ ശേഷം മാത്രമേ, തഹസിൽദാർക്ക് കൊടുത്തതായ ആ അപേക്ഷ പരിഗണിച്ചതിന്റെ ശേഷം മാത്രമേ നമുക്ക് ആ ആനുകൂല്യം ലഭ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് ആ ചട്ടത്തിന്റെ ആകത്തുക. ഇത് ചട്ടം രൂപീകരിക്കുവാൻ വേണ്ടിയുള്ളതായ നിർദ്ദേശങ്ങൾ ഇട്ടതായ സമയത്ത് തന്നെ അതിൽ അപകടം നാം മണക്കുന്നതിന് പകരം അത് ആഘോഷിക്കുവാനുള്ള നീക്കം ചില മുസ്ലിം നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് ഇതിന്റെ ഒന്നാമത്തെ അപകടമായിരുന്നു. ഏതെങ്കിലും രീതിയിലേക്ക് ഒരു ചട്ടങ്ങൾ കൊണ്ടുവരുന്നതായ ഘട്ടങ്ങളിൽ അതിലേക്ക് എത്തിപ്പെടുന്നതായ സാഹചര്യം എന്ന് പറയുന്നത് അതിനേക്കാൾ ആപൽക്കരമായ ഒരു വസ്തുതയായിരുന്നു. കോടതി നിർദ്ദേശാനുസരണം അതിനു വേണ്ടി ചട്ടം രൂപീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ സമിതി രൂപീകരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് പ്രത്യേകമായ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വേണ്ടി എത്തുന്നത്. അനാവശ്യമായ ധൃതി കാണിച്ചുകൊണ്ട് സമുദായം തന്നെ ചോദിച്ചു വാങ്ങിയ പാരയാണ് അത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റാവുകയില്ല. ഇത് രൂപീകരിച്ചുകൊണ്ട് വന്നു, അതിന്റെ വിനാശങ്ങളെ കുറിച്ചുകൊണ്ട് കൂടിയാലോചിക്കുകയും അതിനെ സംബന്ധിച്ചുകൊണ്ട് നിയമജ്ഞരുമായി കൊണ്ട് കൂടിയാലോചിച്ച്, നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച്, മതസംഘടനകളുമായി കൂടിയാലോചിച്ച്, രാഷ്ട്രീയ നേതാക്കന്മാർ കൂടിയാലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കേണ്ടതിന് പകരം ചില വ്യക്തികൾ അതിലേക്ക് നേരി വിസമ്മത പത്രം നൽകുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും അപേക്ഷകളും സമർപ്പിക്കുകയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് അങ്ങനെ വിസമ്മത പത്രം കൊണ്ടുവരാമെന്ന് ഒരു മന്ത്രി പ്രസ്താവന നടത്തുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതായ വസ്തുത. ആ വിസമ്മത പത്രം അതിനേക്കാൾ കൂടുതൽ അപകടകരമാകുന്ന ഘട്ടത്തിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ ദുരന്തമുഖം. ഇന്നിപ്പോൾ ഒരാളെ മഹല്ല് കമ്മിറ്റിയുടെ കീഴിലേക്ക് കൊണ്ടുവന്ന് അയാൾ മുസ്ലിമാണ് എന്ന് സാക്ഷ്യപ്പെടുത്താൻ പ്രത്യേകമായി കൊണ്ടൊരു വിഷയവും നമുക്ക് മുമ്പിലില്ല എങ്കിൽ ഈ ചട്ടം നിലവിൽ വന്നതോടുകൂടി ഇയാൾ വിസമ്മത പത്രം നൽകിയ ആളാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പ്രത്യേകമായ മാനദണ്ഡങ്ങളില്ലാതെ പോകുന്നു. ഒരു കുടുംബത്തിൽ 5 ആളുകളുണ്ട് എന്ന് വെക്കുക. 2 ആളുകളെ ആരെങ്കിലും സ്വാധീനിച്ചുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് അനുസരിച്ചുകൊണ്ട്, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുകൊണ്ട്
സ്വത്ത് വീതിക്കുന്നതിന് പകരമായി ബഹുമാനപ്പെട്ട ആദർശേരി ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവരെയും ഈക്വലായി കാണണമെന്നുള്ള ഇക്വാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ സ്വത്ത് വിഹിതം വെക്കണമെന്ന് പറഞ്ഞ് അതിലെ ഏതെങ്കിലും രണ്ടാളുകൾ കടന്നു വന്ന് ശരീഅത്ത് അനുസരിച്ചുകൊണ്ടുള്ള സ്വത്ത് വിഹിതം ഇനി ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾ അതിന് വിസമ്മത പത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇസ്ലാമിക ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് അനുസരിച്ചുകൊണ്ടുള്ള അനന്തര സ്വത്ത് വിഹിതം അതിവിടെ തടയപ്പെടുകയാണ്. ഇതൊരു ചെറിയ വിഷയമല്ല. എന്നാൽ ഇതെല്ലാം സമൂഹത്തിന്റെ മുമ്പിലേക്ക് ലാഘവത്തോടുകൂടി കാണിക്കുകയും അതിന്റെ മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ചില താല്പര്യങ്ങളിലേക്ക് കൊണ്ടുപോകുവാനുമുള്ള നീക്കങ്ങൾ നടന്നെടുത്തുകൊണ്ടാണ് ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത് എന്ന് നമ്മൾ വായിച്ചെടുക്കും. ബഹുമാനപ്പെട്ട ഉദ്ഘാടന ഭാഷണത്തിൽ ഉസ്താദ് അവർകൾ സൂചിപ്പിച്ച പോലെ ഇസ്ലാമിക ശരീഅത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്കുള്ളതായ ആ മടി അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് തോന്നുന്നതായ ആ അപകർഷതാബോധം, ഈ അപകർഷതാബോധത്തിന്റെ പിൻബലത്തിലാണ് പലരും ഇസ്ലാമിക ശരീഅത്തിലേക്ക് കൈവക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ളത്. ഒന്നാമതായി ഏറ്റവും വലിയ വിവാദമായി കൊണ്ട് കടന്നു വന്നതും എന്നാൽ ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ അത്രയും ലാഘവത്തോടു കൂടി കണ്ടതുമായ വിവാഹപ്രായ വിഷയമെടുത്ത് പരിശോധിച്ചു നോക്കുക. ബഹുമാനപ്പെട്ട റഹ്മാൻ ഫൈസി ഉസ്താദ് അതിന്റെ വിവിധ തലങ്ങളിലേക്ക് കയറി സംസാരിച്ചത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് വിവാഹപ്രായ വിഷയം ഇവിടേക്ക് ചർച്ച കൊണ്ടുവന്നപ്പോ അത് എല്ലാവരും 16 വയസ്സാകുമ്പോഴേക്കും അല്ലെങ്കിൽ 12 വയസ്സാകുമ്പോഴേക്കും 18 വയസ്സെത്തുന്നതിന്റെ മുമ്പ് എല്ലാ പെൺകുട്ടികളെയും കെട്ടിച്ചയക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇസ്ലാമിക ശരീഅത്തിന്റെ അകത്തേക്ക് കയറിക്കൊണ്ടുള്ള ഒരു അവകാശ തർക്കത്തിലേക്ക് പോകുന്ന രൂപത്തിൽ കൈകടത്തുവാനുള്ള ഒരു നീക്കം നടത്തിയപ്പോൾ അതിനെ തടയിടാൻ ഇവിടെ ഒറ്റക്കെട്ടായിക്കൊണ്ട് മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്ന അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ നാം അതിന് മുൻകൈ എടുക്കേണ്ടതായിരുന്നു. പക്ഷേ ശരീഅത്ത് വിരുദ്ധമായ അത്തരത്തിലുള്ള ഒരു നീക്കം നടന്നപ്പോൾ ആ രൂപത്തിലുള്ള നീക്കം നടക്കാതിരുന്ന ഘട്ടത്തിലാണ് പിന്നീട് മുത്തലാഖിലേക്ക് കൈവെക്കുന്ന നീക്കങ്ങൾ ഇവിടെ ജാഗ്രതയോടുകൂടി ഉണ്ടായത്, ജുഡീഷ്യറിക്ക് ധൈര്യം കിട്ടിയത്, അതുപോലെ മറ്റ് മേഖലകളിലേക്ക് ധൈര്യം കിട്ടിയത്. സത്യത്തിൽ ഇവിടെയും ഈ പറയപ്പെട്ടതായ മുത്തലാഖിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതായ സമയത്ത് പോലും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ശരീഅത്തിന്റെ മേൽ കയ്യേറ്റം നടന്നതിനെ കുറിച്ചല്ല എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതാണ്. അതായത് ശരീഅത്ത് സംരക്ഷണത്തിന്റെ വാഗ്ദ്വാരണികൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പോലും ഈ മുത്തലാഖിന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിലെ ക്രിമിനൽ വൽക്കരണത്തെ കുറിച്ചുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. വിവാഹം എന്ന് പറയുന്നത് ഒരു സിവിൽ നിയമമാണ്. വിവാഹമോചനം എന്ന് പറഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റമായി മാറുന്നതായ ദുരന്തം അതനുവദിക്കാൻ പറ്റൂല. മറ്റാരെങ്കിലും ഇതുപോലെയുള്ളതായ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ 1 വർഷം തടവ് ശിക്ഷിക്കുന്നതിന് പകരം മുസ്ലിങ്ങളുടെ മേൽ 3 വർഷം തടവ് നൽകുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. ഇതുപോലെയുള്ളതായ ക്രിമിനൽ വൽക്കരണത്തെ കുറിച്ചുകൊണ്ടുള്ള ചർച്ചകളിലേക്കാണ് വിഷയം കൊണ്ടുപോകുവാൻ വേണ്ടി തുനിഞ്ഞത്. പക്ഷേ ശരീഅത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മുസ്ലിം സ്ത്രീക്ക് ഖുർആൻ നൽകുന്നതായ അവകാശം എന്താണ്, അല്ലെങ്കിൽ ഖുർആൻ ത്വലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുത്തലാഖുമായി നൽകപ്പെട്ടുകൊണ്ടുള്ളതായ പരിരക്ഷകൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് ചർച്ച കൊണ്ടുപോയില്ല. ഒന്ന് വ്യക്തമായി എന്റെ പ്രിയപ്പെട്ട മുന്നിലിരിക്കുന്ന ഉസ്താദുമാർ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത് മുസ്ലിം സ്ത്രീകളെ ക്രൂരമായി കൊണ്ട് ശിക്ഷിക്കുന്നതിലേക്ക് പോയതായ ഒരു നിയമമല്ലേ? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, മുത്തലാഖ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹാരിസ് സാഹിബിന്റെ പ്രഭാഷണത്തിലൂടെ പരാമർശിച്ചു. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ അത് വാലിഡ് അല്ല എന്ന് പരാമർശിക്കുന്നതായി സുപ്രീം കോടതി വിധിയുടെ ചില ഭൂരിപക്ഷ നിയമജ്ഞന്മാർ പറയുന്നു അത് ഇൻവാലിഡ് ആണ് എന്ന്, അത് നിയമപരിരക്ഷ ഇല്ലാത്തതാണ്, സാധുതയില്ലാത്തതാണ് എന്ന്. ഇങ്ങനെ സാധുതയില്ലാത്തതായ ഒരു വിധിയാണ് എന്ന് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നതോടുകൂടി ഒരാൾ തന്റെ ഭാര്യയെ 3 തലാഖ് ചൊല്ലിയാൽ രാജ്യ നിയമം അനുസരിച്ചുകൊണ്ട് അത് ഇൻവാലിഡ് ആകുന്നു, സാധുതയില്ലാത്തതാകുന്നു. പിന്നെ അത് തലാഖ് അല്ല. പക്ഷേ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട റഹ്മാൻ ഫൈസി ഉസ്താദ് സൂചിപ്പിച്ച പോലെ ഒരാൾ തന്റെ ഭാര്യയെ 3 തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അയാളുമായി കൊണ്ട് പിന്നെ ഒത്തുജീവിക്കാൻ പറ്റൂല. ഒത്തുജീവിച്ചാൽ സിനയാണ്, വ്യഭിചാരമാണ്. രാജ്യ നിയമം അനുസരിച്ചുകൊണ്ട് ഒരു നിയമം അത് സാധുവല്ലാതെ വരുന്നു. അയാളുമായി കൊണ്ട് തന്നെ പുനർവിവാഹം നടത്താതെ അയാളുമായി കൊണ്ട് ഒത്തുജീവിക്കണമെന്ന് രാജ്യത്തിന്റെ നിയമം പറയുന്നു. ഇസ്ലാമിക ശരീഅത്ത് പറയുന്നു അയാളുമായി കൊണ്ട് ഒത്തുജീവിക്കാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ് എന്നും. മത നിയമമാണോ ഇവിടെ പെണ്ണ് സ്വീകരിക്കേണ്ടത്, അല്ലെ രാജ്യ നിയമമാണോ? രാജ്യ നിയമം സ്വീകരിക്കുകയാണ് എങ്കിൽ അയാൾക്ക് പുനർവിവാഹം തടയപ്പെടുന്നു.
അയാൾക്ക് പുനർവിവാഹം തടയപ്പെടുന്നു. ആ പെണ്ണിന് ഇനി മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അവൾ ഇപ്പോഴും ഒരാളുടെ ഭാര്യയാണ്. രാജ്യ നിയമം അനുസരിച്ച് കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവൾക്ക് പുനർവിവാഹം തടയപ്പെടുന്നതായ ഘട്ടത്തിലേക്ക് എത്തുന്നു. അവളുമായി കൊണ്ട് ഒത്തൊരുമിച്ച് ജീവിക്കുവാൻ ശരീഅത്ത് നിയമം അനുവദിക്കുന്നുമില്ല. ഇനി രാജ്യത്തിന്റെ നിയമത്തെ പരിഗണിക്കാതെ ഈ പറയുന്ന ശരീഅത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് അവൾ ഒരു പുനർവിവാഹം ചെയ്താലോ അത് രാജ്യ നിയമം അനുസരിച്ചുകൊണ്ട് വാല്യൂഡല്ല, സാധുതയില്ലാത്തതാണ്. ഒരാൾ തന്റെ ഭാര്യയെ 3 തലാഖ് ചൊല്ലിക്കൊണ്ട് ഒഴിവാക്കി ആ പെണ്ണ് ഇനി ഒരു പുനർവിവാഹം ചെയ്തു കഴിഞ്ഞാൽ രാജ്യ നിയമത്തിന്റെ കണ്ണിൽ അത് വാലിഡല്ല, നിയമസാധുതയില്ലാത്തതാണ്. ആ നിയമസാധുതയില്ലാത്ത വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അതിലുണ്ടായ സ്വത്ത് തർക്കങ്ങളിലേക്ക് വിഷയം പോകും. അയാളുടെ രണ്ടാമത്തെ വിവാഹത്തിൽ അവൾക്ക് ലഭിക്കേണ്ടതായ അവകാശങ്ങൾ ലഭ്യമല്ലാത്ത രീതിയിലേക്ക് അനന്തരാവകാശ സ്വത്തിലേക്ക് വരെ വിഷയം ബാധിക്കും. ഈ പെണ്ണിന് ചെലവ് കൊടുക്കുവാൻ ഒന്നാമത്തെ ഭർത്താവ് ജയിലിലടക്കപ്പെടുന്നതോടുകൂടി അതിനും വകുപ്പില്ല. പെണ്ണ് പരിപൂർണമായി കൊണ്ടും ക്രൂരമായി കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നതിലേക്കാണ് മുത്തലാഖിന്റെ വിഷയം പോകുന്നത്. എന്നാൽ ഈ വക വിഷയങ്ങളിലേക്കൊന്നും പോകുവാനോ വിശുദ്ധ ഖുർആനിന്റെ ചർച്ചയിലേക്ക് പോകുവാനോ ഇവിടെ ഒരിക്കലും തന്നെ ആരും മെനക്കെട്ടിട്ടില്ല എന്നുള്ളതാണ് ദുരന്തമായ അവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ പറയുന്നത് എന്താ? ഫഇൻ തല്ലഖഹാ ഫലാ തഹില്ലു ലഹു മിൻ ബഅദ് ഹത്താ തൻഖിഹ സൗജൻ ഗൈറഹു. ഇതല്ലാത്ത വേറെ ഒരാൾ പുനർവിവാഹം നടത്തിയാലല്ലാതെ അയാളിലേക്കും തിരിച്ചു പോകാൻ നിയമം അനുവദിക്കുന്നില്ല. ഒരാൾ തന്റെ ഭാര്യയെ 3 തലാഖ് ചൊല്ലിക്കൊണ്ട് ഒഴിവാക്കി ഇനി അയാൾക്ക് ആദ്യത്തെ വിവാഹത്തിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന പെണ്ണിന് തോന്നിയാൽ അല്ലെങ്കിൽ തിരിച്ചെടുക്കണമെന്ന് അയാൾക്ക് തോന്നിയാൽ അത് തഹ്ലീലിന് ശേഷമല്ലാതെ പറ്റില്ല എന്നാണ് ഖുർആനിന്റെ ശാസന. ഇതുപോലെ വ്യക്തമായി കൊണ്ട് ഖുർആനിന് എതിരായ ശരീഅത്തിന്റെ കടക്കൽക്ക് കത്തിവെക്കുന്ന ഒരു വിഷയമായിരുന്നിട്ട് പോലും ഇവിടെ ക്രിമിനൽ വൽക്കരണത്തെ കുറിച്ച് ക്രിമിനൽ നിയമമാക്കി മാറ്റിയതിനെ കുറിച്ച് കൊണ്ട് മാത്രം നിസാരവൽക്കരിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നതും ഏറ്റവും വലിയ ദുരന്തമാണ്. ഈ പറയുന്നതായ സമീപ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളെ പ്രത്യേകമായി ബാധിക്കുന്ന മതവിശ്വാസികളെയും ധാർമ്മിക ബോധമുള്ളവരെയും ബാധിക്കുന്ന മറ്റു ചില വിഷയങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ ആവർത്തിക്കുന്നില്ല. അതിനേക്കാളും ഒക്കെ അപ്പുറമായി കൊണ്ട് ഇതുപോലെയുള്ള ശരീഅത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പരാമർശിക്കുന്നതായ വിഷയങ്ങളിലൊക്കെ കാണിക്കുന്നതായ നിസ്സംഗത അല്ലെങ്കിൽ അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നതായ അലംഭാവം, ഈ അലംഭാവമാണോ സത്യത്തിൽ ശരീഅത്തിന്റെ മേൽ കടക്കൽ കത്തിവെക്കുവാൻ വേണ്ടി ഇത്തരം ആളുകൾക്ക് ധൈര്യം കിട്ടിയത്? ഏതോ ഒരു ക്ലിനിക്കിലേക്ക് ഏതോ ഒരു ഡോക്ടർ മുസ്ലിം ചേലാക്രമം ചെയ്യുന്നു എന്ന് പറയുന്നത് കേട്ടപ്പോഴേക്കും പൂട്ടെടുത്തുകൊണ്ട് പുറപ്പെടാൻ ജാഗ്രത കാണിച്ചതായ ആളുകളാണ് ഇത്തരത്തിൽ അനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. ബഹുമാനപ്പെട്ട വിയാവുദ്ദീൻ ഫൈസി ഉസ്താദ് സുപ്രഭാതം പത്രത്തിലൂടെ ഗണ്ഡശ അതിന്റെ ഇസ്ലാമികമായ പ്രാമാണികമായ വിഷയങ്ങളെ കുറിച്ചുകൊണ്ട് ലേഖനം പ്രസിദ്ധീകരിക്കുകയും ശരീഅത്ത് അതിന് നൽകുന്നതായ വകഭേദങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പരാമർശിക്കുകയും ഉണ്ടായി. ഇങ്ങനെ സെക്യുലറിസ്റ്റുകളിലേക്ക് ചേർന്ന് നിൽക്കാൻ, മതേതര ചേരികളിലേക്ക് ഒട്ടിപ്പിടിച്ചു നിൽക്കാൻ ഞാനും ഒരു മുസ്ലിമാണ്, ഈ പറയുന്നതായ ശരീഅത്തിന്റെ നിയമങ്ങൾ പേറി നടക്കുന്നവനാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിലേക്ക് അപകർഷത തോന്നുന്നതായ ആ ഒരു രീതിയിലേക്ക് മാറിയപ്പോഴാണ് ശരീഅത്തിലേക്ക് ചർച്ചകളിലേക്ക് കടന്നു വരുമ്പോ മുത്തലാഖിനെ കുറിച്ച് കൊണ്ട് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് മോശമല്ലേ, അതുകൊണ്ട് മുത്തലാഖൊക്കെ അങ്ങനെ മതി, അതിന്റെ ചർച്ചയിലൊന്നും ഞാൻ ഭാഗവാക്കാവേണ്ടതില്ല, നമുക്കതിനേക്കാൾ വലിയത് മറ്റു വലുതുമാണ് എന്നുള്ള ചിന്ത കടന്നു വരികയും മുത്തലാഖിന്റെ ചർച്ചകൾ അവഗണിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഫാസിസ്റ്റുകൾക്ക് അവിടെ ധൈര്യം കിട്ടുന്നു. അതുപോലെ തന്നെ വിവാഹപ്രായത്തിന്റെ ചർച്ച വരുന്നതായ സമയത്ത് വിവാഹപ്രായം എന്ന് പറഞ്ഞാൽ അത് ശരീഅത്തിലെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മുമ്പിൽ പുരോഗമനപരമായ ചർച്ച നടക്കുന്നതായ സമുദായത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ മോശക്കാരായി മാറൂലേ? അതുകൊണ്ട് വിവാഹപ്രായം എന്ന് പറഞ്ഞാൽ അതിനെ പിന്തുണക്കാൻ പറ്റൂല, അത് വിദ്യാർത്ഥിനികളെ പഠനത്തിൽ നിന്നുകൊണ്ട് പിന്നോട്ട് വലിക്കുന്ന ഘടകമാണ്, പിന്തുണ കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അരു നൽകി മാറി നിന്നാൽ സ്ത്രീ ചേലാക്രമം പോലെയുള്ളതായ വിഷയങ്ങളിൽ ശരീഅത്ത് പറഞ്ഞെടുത്തു നിന്നുകൊണ്ട് മാറി പുതിയ നവോത്ഥാന ചിന്തകളുടെ പുറപ്പുറത്ത് കയറിക്കൊണ്ട് വിളിച്ചു പോകുന്ന പുരോഗമന ആശയത്തിന്റെ വാഗ്ദാനങ്ങൾ മുടക്കിക്കൊണ്ട് നടന്നാൽ ഇത് തന്നെയാണ് സംഭവിക്കാനുള്ളത്. ആവശ്യമില്ലാത്ത രീതിയിലേക്ക് വയ്യാവേലി വലിച്ചു വിട്ടുകൊണ്ട് തന്നെയാണ് കേരള ശരീഅത്ത് റൂൾസിന്റെ പിന്നാമ്പുറങ്ങളിലേക്കുള്ളതായ കഥകളും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവകാശങ്ങൾ തടയപ്പെടുന്നതിലേക്ക്, മൗലികമായ അവകാശങ്ങൾ സമ്പൂർണ്ണമായി കൊണ്ടും ധ്വംസിക്കപ്പെടുന്നതിലേക്കുള്ളതായ പ്രവർത്തനങ്ങളിലേക്ക് എന്തൊക്കെ നീങ്ങിയിട്ടുണ്ടോ അതിനെയൊക്കെ പ്രതിരോധിച്ചു നിർത്തുവാനുള്ളതായ ഒരു ആർജവം അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അത് നേടിയെടുക്കേണ്ടത് നിയമനിർമ്മാണ സഭകളിൽ വെച്ചുകൊണ്ടാണ്. അതിനുള്ളതായ മുന്നേറ്റങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.